ഹലോ, നമസ്കാരം കേട്ടാ. അല്ലെങ്കിൽ സുഖല്ലേ? ഞാനേ സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ചൊരു കൺസ്ട്രെയിൻ എന്തെങ്കിലും പറയില്ല, കുറച്ചൊരു ബുദ്ധിമുട്ടിലായിരുന്നു. അത് സംഭവം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. നമ്മള് നമുക്കൊരു ഗുണമില്ലാത്ത കാര്യമായിട്ട് നമ്മൾ കുറച്ച് ആൾക്കാരെ വെറുപ്പിച്ചിരിക്കുക എന്ന് പറയില്ലേ, ആ പരിപാടിയുണ്ട്. അതായത് വേറെ ഒന്നുമല്ല, നമ്മൾ വീഡിയോസിലൂടെ നമ്മൾ പണ്ട് വിസിറ്റിംഗ് വിസയുടെ സ്കാം, പിന്നെ സ്റ്റുഡന്റ് വിസയുടെ സ്കാം, പിന്നെ ഇവിടെ ഒരുപാട് നേഴ്സുമാരെ തട്ടിപ്പിലാക്കണതിന്റെ സ്കാം, ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ നമ്മൾ ഇട്ടപ്പോൾ കുറെ ആൾക്കാർക്ക് ഉപകാരം കിട്ടി എന്നുള്ളതിനൊപ്പം തന്നെ നമ്മളറിയാതെ കുറെ ആൾക്കാരെ നമ്മൾ വെറുപ്പിച്ചു. അപ്പൊ അതിന്റെ മെച്ചം എന്താ വെച്ചാൽ കുറച്ച് കാലമായിട്ട് നമ്മുടെ വീഡിയോസ് കൊണ്ട് റീച്ച് കയറുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഒരു അടിപ്പണി നടന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ പിന്നെ അത് വിട്ടു. കാരണം വെച്ചാൽ അത് ചെയ്യേണ്ടത് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പോൾ മനസ്സ് സത്യം പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ചത്തു. കാരണം വെറുതെ കുറെ ആൾക്കാർ ചത്തുരാക്കി, പക്ഷെ കുറെ ആൾക്കാർക്ക് നല്ലത് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സന്തോഷം കൂടി ഉണ്ട് അതിന്റെ കൂട്ടത്തിലിട്ടാ. പറയുമ്പോ എല്ലാം പറയണല്ലോ. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഈ ഒരു അരമണിക്കൂർ മുമ്പ് എനിക്ക് രണ്ട് സംഭവങ്ങൾ ഉണ്ടായി എൻ്റെ ജീവിതത്തിൽ. അതായത് നമ്മൾ ചില സമയത്ത് നമ്മൾ എങ്ങനെയൊക്കെ അറിവും ധാരണയുള്ള ആൾക്കാരാണെങ്കിലും ചില സമയത്ത് നമ്മുടെ ഈ സാധനം ഇത് വർക്ക് ചെയ്യില്ല, ഇതിങ്ങനെ സ്റ്റക്കായി നിൽക്കും. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചെങ്കിൽ എൻ്റെ കൂടെ വേറൊരു മലയാളിയും കൂടി കമ്പനിയിൽ ഓടുന്നുണ്ടല്ലോ. പുള്ളിയുടെ വീട് ഈ ഞങ്ങൾ പോണ മോണ്ടിയാലിന്റെ നടുക്കാണ്. പുള്ളി ഡെയിലി വീട്ടിൽ പോണ ഒരു മനുഷ്യനാണ്. കറക്റ്റ് സമയത്ത് ഓടിയിട്ട് നേരെ വീട്ടിൽ പോവാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മള് മോണ്ടിയാലില് എത്തി. അവിടെ നിന്ന് ലോഡൊക്കെ എടുത്ത് ഞാൻ ലോഡ് എടുത്ത് കഴിയല്ല, വണ്ടിയുടെ ഉള്ളിലേക്ക് നിറച്ച് പുകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസലിന്റെ മണം ഇങ്ങനെ കുത്തി കയറുക. അത് എന്റെ തൊണ്ട എപ്പോഴും ക്ലിയർ ആയിട്ടില്ല ആ സാധനം വന്നതിന്റെ. അങ്ങനെ അടിച്ച് പുക ഇങ്ങനെ കുമാന്നുകൊണ്ട് കയറി വരിക. എനിക്ക് എന്താ ചെയ്യണമെന്നൊരു പിടുത്തില്ല. ഞാൻ വെച്ചത് ദൈവം ഇത് കത്തു ഇനിയിപ്പോ. അപ്പൊ ഈ പുള്ളിക്കാരൻ പുറകില് വരണുണ്ട്. അപ്പൊ ഞാന് വണ്ടി സ്റ്റോപ്പ് ചെയ്തു. ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്ടപ്പോ പുള്ളി വേഗം ഒരു സൈഡിൽ ഒതുക്കി. ഞാൻ വിളിച്ചു, എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പുക വരണുണ്ട്, എന്താ സംഭവം എന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തുറന്നു നോക്കിയപ്പോ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോയിൽ കാണാതെ. അപ്പൊ ഈ സാധനം എന്തുകൊണ്ടാന്ന് വെച്ചെങ്കിൽ നമ്മുടെ 7th ഇഞ്ചക്ടർ എന്ന് പറയും. നമ്മുടെ എന്താ പറയാ ഡെഫ് സിസ്റ്റം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ നമ്മുടെ എയറിനെ കുറച്ചുകൂടി നല്ല ഹോട്ടാക്കാൻ വേണ്ടിയിട്ട് ഡീസൽ സ്പ്രേ ചെയ്യുന്ന സാധനമാണ്. ഈ സാധനം ഇത് പിടിപ്പിച്ചത് ലൂസായി. അത് ലൂസായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഡീസൽ പുറത്തേക്ക് പോവാ. അപ്പൊ എഞ്ചിന്റെ അടിയിലേക്ക് ഈ ഡീസൽ പോണു. അവിടേക്ക് നല്ല ചൂടായ പൈപ്പുകളിൽ കിടക്കണേ. അതുപോലെ ഈ സാധനം കൊണ്ട് പുകഞ്ഞിട്ട് നമ്മുടെ ഈ എ സിയുടെ വെന്റ് ഉണ്ടല്ലോ, അതിൽ കൂടെ കംപ്ലീറ്റ് പുക എത്തി കയറിയതാ. അപ്പൊ ഞാനിത് അപ്പൊ എന്റെ മനസ്സിൽ എന്താ വെച്ചാൽ എഞ്ചിൻ പണി എന്തോ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരു പണി കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുള്ളൂ. അടുത്ത പണി കിട്ടിയിട്ടുണ്ട് കർത്താവേന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുമ്പോ പുള്ളി വേഗം നൈസായിട്ട് ഓടി വന്നു. നോക്കിയപ്പോ കുറെ സാധനങ്ങള് ഉക്ര സാധനങ്ങൾ എന്ന് പറയില്ലേ, കുറെ ടൈപ്പ് ഡക്ട് ടൈപ്പ് അങ്ങനെ സാധനങ്ങൾ എല്ലാം കൊണ്ടുവന്നു. ടൂൾസ് എല്ലാം എടുത്തിട്ട് പുള്ളി കൂളായിട്ട് ഓടി വരിക. എന്നിട്ട് പറഞ്ഞു ബൈക്ക് ബൈ മാറ് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഉടനടിക്ക് വേഗം ടൈറ്റ് ചെയ്ത്. അപ്പൊ ഞാൻ ചെയ്യാന്നുണ്ട്, കുഴപ്പമില്ല ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പുള്ളിയെ ടൈറ്റ് ചെയ്തു. വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോ ലീക്കും പ്രശ്നങ്ങളൊന്നുമില്ല. മറ്റേ ഒരു സ്പ്രേ ഉണ്ട് W40 എന്ന് പറഞ്ഞിട്ട്, ആ സാധനക്ക് അടിച്ച് കുട്ടപ്പനാക്കി തന്നു. അപ്പൊ ഞാൻ ഓക്കേടാ നന്ദി ഉണ്ടപ്പാന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ലെന്നേ പോവാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നീ കയറി പോയിക്കോ, ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. ഇല്ലില്ല ബൈ പോക്കോ, ഞാൻ പിന്നെ വരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ലടാ സമയം പോയിട്ട് നിങ്ങക്ക് വീട്ടിൽ പോകണ്ടേ. അതും കുഴപ്പമില്ലെന്നേ, അതൊക്കെ നടക്കും, ബൈ പോക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്ത് ആ മോണ്ടിയാൽ ടൗണിന്റെ ഉള്ളിലാ. അതിന്റെ ഉള്ളിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ഞാൻ നേരെ വന്ന് ഹൈവേയിലേക്ക് ഇന്ന് കയറിപ്പിക്കും. പുള്ളി വീണ്ടും വിളിച്ചു തന്നെ, ഒന്നുകൂടി ഒന്ന് വണ്ടി നമുക്ക് നിർത്തി ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വണ്ടി നിർത്തി, വീണ്ടും ഹുഡ് തുറന്നു, എല്ലാം ചെക്ക് ചെയ്ത് വീണ്ടും ഒന്ന് ടൈറ്റ് ചെയ്തു. ആ ലീക്കൊന്നും ഇല്ലാന്ന് മേക്ക് ഷുവർ ചെയ്തു. അപ്പൊ എന്നിട്ട് പുള്ളി പറഞ്ഞതിനോട് ഇവൻ പറയണേ, ഒരു പണി എന്തായാലും ഇന്ന് വീട്ടിലേക്കൊന്നും പോകണ്ട, കുഴപ്പമില്ല ബൈ, ഞാൻ ഒന്ന് യാർഡിൽ കിടന്നോളാം, ബൈ വണ്ടി എടുത്തോ, ഞാൻ പിന്നാലെ വരാന്ന് പറയാ. അപ്പോഴും ഞാൻ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല, ഇത് കഴിഞ്ഞില്ലേ, നീ പൊക്കടാ, വീട്ടിൽ പോകണ്ടല്ലോ, നീ പോയിക്കോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇല്ലാന്നേ എന്തോ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. ഒരു ആവശ്യമില്ലാണ്ട് എന്റെ പിന്നാലെ വന്നു. അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ടു. മൊത്തം ഒരു 6-6.5 മണിക്കൂറാണ് നമുക്ക് ട്രിപ്പ് തീരാൻ വേണ്ടി വേണ്ടത് ഒരു ദിവസം, ഐ മീൻ വൺ സൈഡ്. അങ്ങനെ വന്നു ഒരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോ ഞാൻ ഒരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ വണ്ടിയുടെ ഉള്ളിൽ ക്യാബിനിലേക്ക് ഇങ്ങനെ കട്ട ഇങ്ങനെ അടി തുടങ്ങി. നമ്മൾ ഈ വണ്ടിയുടെ ഷോക്ക് അബ്സർവേക്കും പോയി കഴിഞ്ഞാൽ ഇങ്ങനെ അടിക്കില്ലേ, അങ്ങനത്തെ ഒരു അടി. അപ്പൊ ഞാൻ വിചാരിച്ചു റോഡിൽ 2-3 ലൈൻ ഉണ്ട് ക്രോസ് ആയിട്ട്, അതിന്റെ ആവുമെന്ന് വെച്ചാൽ ആദ്യം. പക്ഷെ ഇതൊരു അൺയൂഷ്വൽ ആയിട്ടുള്ള അടിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വണ്ടി ഒതുക്കി 2 മിനിറ്റ്. അപ്പൊ എനിക്ക് വിളിക്കാൻ പറ്റില്ല ഇവനെ. 2 മിനിറ്റ് ആകുമ്പോഴേക്കും ഇവന് നേരെ പുറകെ വന്ന് ചവിട്ടി.
എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയില്ല, ഭയങ്കര അടി വരുന്നു പുറകിലേക്ക്, നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഇങ്ങനെ പിടിച്ചു പിടിച്ച് നോക്കിയപ്പോൾ ഇപ്പൊ ഈ ഒരു കമ്പി ഉണ്ട്. അതായത് നമ്മുടെ ഇത് നിൽക്കുന്നത് കംപ്ലീറ്റ് എയർ ബാഗിലാ നിൽക്കുന്നത്. ഈ ആക്സിലിന്റെയും ഫ്രെയിമിന്റെ ഇടയിലുള്ള എയർ ബാഗുകളാണ്. അപ്പോൾ സസ്പെൻഷൻ പോലെ വർക്ക് ചെയ്യണത്. അപ്പോൾ ഈ എയർ ബാഗിൽ കംപ്ലീറ്റ് താന്ന് കിടക്കണു. ഞാൻ പിടിച്ചു, കർത്താവ് ഏത് എയർ ബാഗ് പൊട്ടിയെന്നുകൊണ്ട് കാലത്ത് ഒരെണ്ണം കഴിഞ്ഞ് ഉച്ച തിരുമ്പിക്ക് അടുത്ത് കിട്ടുക. അങ്ങനെ ഞാൻ നോക്കി പിടിച്ചു നിന്നപ്പോ ഇതിന്റെ ഒരു ലിവർ ഉണ്ട്, ബാലൻസ് ചെയ്യണ ലിവർ. ആ ലിവർ അതിന്റെ പിടുത്തത്തിൽ നിന്ന് ഇങ്ങനെ മറ്റേ ബുഷ് പോയിട്ട് ഇറങ്ങി കിടക്കാം. അപ്പൊ അത് പൊക്കി കഴിയുമ്പോ എയർ പൊങ്ങും. അങ്ങനെ ഞാൻ നിൽക്കുമ്പോഴേക്കും ഇവ ഓടി വന്നു. കണ്ടുപിടിച്ചാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കണ്ടുപിടിച്ചിട്ടപ്പാ അതെ ഈ സാധനം പോയി. ഇതാണോ ഇതിപ്പോ ശരിയാക്കിയാന്ന് പറഞ്ഞിട്ട് വീണ്ടും പോയിട്ട് കുറെ നമ്മുടെ നാട്ടിലെ വെയില് കെട്ടണ കെട്ടുകമ്പിക്കില്ല ഇതൊക്കെയും ഇവന് എവിടെ നിന്നാ കിട്ടണമെന്ന് ചോദിച്ചു. സത്യം പറയാൻ എനിക്കറിയില്ല കേട്ടാ. കംപ്ലീറ്റ് സാധനമായിട്ട് പുള്ളി വന്നു. പുള്ളി എന്നെ എന്താ പറയാ അനുവദിച്ചില്ല. കാരണം എന്താ വെച്ചാൽ മഴ പെയ്യുന്നുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ ചെയ്തോളാം ബൈ മാർക്ക് എന്ന് പറഞ്ഞിട്ട് ഇവന്റെ ട്രക്കിന്റെ അടിയിലേക്ക് ഏതാണ്ട് എന്താ പറയാ തുള്ളിച്ചാടി കയറി പോയില്ലേ പിള്ളേര്. അതേമാതിരി വേഗം കിടന്ന് ആ ജാക്കറ്റൊക്കെ ഇട്ട് വേഗം പോയി ഈ കെട്ടുകമ്പി വെച്ചിട്ട് കംപ്ലീറ്റ് അത് കെട്ടി വെച്ചു. അതായത് ഇനി ഒരു കാരണവശാലും പോവില്ല. അപ്പൊ അത് ഫ്രീ പ്ലേ വെച്ചിട്ട് തന്നെ, ഇത് പ്ലേ ഉണ്ടായിന് അനക്കുമ്പോ അനങ്ങുന്നുണ്ട്. അതേമാതിരി പുള്ളി കെട്ടി വെച്ചു. ഇപ്പൊ നിങ്ങൾ വീട്ടിൽ കാണുന്നില്ല ഈ സാധനം പുള്ളി കെട്ടി വെച്ചു, എല്ലാം സെറ്റായി. എന്നിട്ട് എനിക്ക് ഒരു 2 റോള് വേലി കമ്പി പുള്ളി മുറിച്ച് കയ്യിലിട്ടോ. വേണ്ടി വന്നാൽ വെച്ചോ, ആവശ്യം വരും ചിലപ്പോ. ഇതൊക്കെയും എന്റെ എളുപ്പ പണിയെന്നും പറഞ്ഞിട്ട് പുള്ളി ചെയ്ത്. എന്നിട്ട് അവൻ എന്നെ വീണ്ടും എന്റെ പുറകിൽ എന്നെ ഇങ്ങനെ വന്നു. അവൻ എന്താ പറയാ അത് കഴിഞ്ഞു, ആ ട്രിപ്പ് കഴിഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചേ. അപ്പൊ ഞാൻ ഇങ്ങോട്ട് ചോദിച്ചാടാ നിനക്ക് എന്താ അങ്ങനെ ചെയ്യാൻ തോന്നിയത്? സംഭവം എന്താ വെച്ചാല് ഈ പറഞ്ഞ ആള് എന്ന് പറയുന്നത് നമ്മുടെ പല വീഡിയോസിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ക്യാമറ ആശാനെന്നൊക്കെയും പറയും. എന്റെ ശിഷ്യനാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നത്. അങ്ങനെ ഭയങ്കര അടുപ്പുള്ള ബന്ധ ഇല്ലാന്ന് ഞാൻ പറയണമെന്നില്ല. പക്ഷേ നോർമലി ഇല്ലാത്ത സാധാരണ ദിവസത്തില് ഞാൻ ചിലപ്പോൾ അങ്ങോട്ട് പോകുമ്പോ അങ്ങോട്ട് തിരിച്ചു പോയിട്ടുണ്ടാവും, കൈ കാണിക്കും പോവും, അത്രേ ഉള്ളൂ. അന്നത്തെ ദിവസം ഒരേ സമയത്തേക്ക് ഞങ്ങള് വന്നു ചേർന്നു. അവിടുന്ന് അവൻ ചോദിച്ചു നീ എന്തെങ്ങനെ ചെയ്തേന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു ഒന്നുമില്ല, എനിക്ക് തോന്നി ഞാൻ അങ്ങനെ നിന്നു എന്ന് പറഞ്ഞു. അതിപ്പോ നിനക്ക് വീട്ടിൽ പോകേണ്ട കാര്യങ്ങളൊക്കെ ഇല്ലേന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു ഒരു ദിവസം വീട്ടിൽ പോയില്ല വെച്ചപ്പോ കുഴപ്പമൊന്നുമില്ല ഭായി. അല്ലടാ എന്നാലും വെറുതെ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ എന്ന് പറഞ്ഞു. ഈ വാക്ക് പറഞ്ഞപ്പോ അവൻ എന്നോട് പറഞ്ഞേ അല്ല ജയ്സൺജി ആവശ്യമില്ലാണ്ട് കുറെ ആൾക്കാർ ശത്രുക്കളാക്കി വെക്കുന്നില്ലേ യൂട്യൂബിലൊരെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആവശ്യമില്ലാന്നല്ല, എല്ലാത്തിനും ഒരാവശ്യങ്ങളുണ്ട്. നിങ്ങളും കുറെ കാര്യങ്ങൾ നല്ലത് ചെയ്യുന്നുണ്ട് നാട്ടുകാർക്ക്, നിങ്ങൾ അറിയാത്തോണ്ടാ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഇതിപ്പോ ഒരു ആവശ്യം വന്നു. നമ്മൾ ട്രക്ക് ഡ്രൈവർമാരാണ്, നമ്മൾ റോട്ടിൽ പണിയെടുക്കുന്നവരാണ്. ആർക്ക് എന്ത് ഒരു ആവശ്യം വന്നാലും നമ്മൾ അങ്ങ് ചെയ്യാന്നുള്ളതാണ്. ഇന്ന് ഞാൻ നാളെ നീ നമ്മുടെ ശവപ്പെട്ടിയുടെ വണ്ടിയിൽ എഴുതിയില്ലേ, അത്രയുള്ള കാര്യം. ഒരാള് വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നുണ്ടെങ്കിൽ, ഒരാൾക്ക് അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടുകേട് പറ്റി കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ലെങ്കിൽ നമ്മള് നാളെ അവന്റെ സ്ഥാനത്ത് എത്തില്ല എന്ന് ചിന്തിക്കുന്നതാണ് നമ്മുടെ പരാജയം. സത്യം പറയാണ്ടല്ലോ, എന്നെക്കാട്ടും കുഞ്ഞു ചക്കനവൻ. എന്നിട്ട് അവന്റെ ഡയലോഗിൽ സത്യം പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇതായി. അപ്പൊ ഞാൻ പറഞ്ഞോടാ നിന്നൊക്കെ വീഡിയോയിൽ കാണിക്കാൻ പറഞ്ഞു നിറച്ച് ചെളിയാ. ഇല്ലില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് പോയി. ഞാനിങ്ങനെ കുറച്ചേന്ന് ആലോചിച്ചപ്പോ ശരിയല്ലേ. കാരണം നമ്മളിപ്പോ ഒരാൾക്കിട്ടൊരു പണിയാണെങ്കിലും ഒരാൾ നമ്മുടെ കൂടെ വിശ്വസിച്ച് നിൽക്കുന്ന ഒരാള് നമുക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ട് ആൾക്കൊരു പണി കൊടുക്കുക, നമുക്കിട്ട് പണി അടുത്ത ആളെ ദൈവോടെന്ന് പറഞ്ഞേക്കും ഇതേപോലെ തന്നെ രക്ഷിക്കാനും. അപ്പോ ഇതെനിക്ക് എന്തോ നിങ്ങളോട് പറയണം തോന്നി. ഇതിപ്പോ എന്തുകൊണ്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് എന്ത് മെസ്സേജാണ് കിട്ടണമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഞാൻ വീണ്ടും പറയണു, നല്ല കാര്യങ്ങൾ ചെയ്യുക, അപ്പൊ നമുക്ക് നല്ലത് നടക്കും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഏതൊരു ജോലി സ്ഥലത്താണെങ്കിലും എന്താണെങ്കിലും ഇപ്പൊ ആർക്കും എല്ലാം പറ്റാവുന്നുള്ളൂ. അപ്പൊ അത് സഹായിക്കാനുള്ളൊരു മനസ്സ് അത് വളരെ എനിക്ക് ഭയങ്കര എന്തോ നോർമൽ ലെവലിൽ നിങ്ങൾക്ക് അറിയാലോ. ഞാൻ ഒരു വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ലാസ്റ്റ് നമ്മൾ ഇന്ന പറയും. ഇത് സത്യം പറഞ്ഞ ഒട്ടും പ്രിപ്പയർഡല്ല. അവനങ്ങ് പോയി കുറച്ച് കഴിയുമ്പോൾ ഞാൻ നൈസായിട്ട് വണ്ടി ഒതുക്കിയിട്ടൊരു സാധനം പറയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രിപ്പയർഡല്ല. കണ്ടില്ലേ വണ്ടി പണിതിന്റെ പാടൊക്കെയുണ്ട്. അതാണ് അവസ്ഥ. എന്തായാലും വളരെ സന്തോഷം. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരോടും നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ആർക്കിലേക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ മനഃപൂർവ്വം നിങ്ങൾ ആരും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടാ. പ്രത്യേകിച്ച് സ്കാമുകൾ കാര്യങ്ങൾ നമ്മൾ വിളിച്ചു പറയണമെന്ന് വെച്ചെങ്കിൽ
പാവങ്ങള് ആധാരം പണയം വെച്ചിട്ടും പിടിച്ചിട്ടേക്കും വന്നിട്ട് പിന്നെ പെട്ടു പോകണ്ടല്ലോ എന്ന് വെച്ചാൽ പറയണതാ. കുറെ ഇവിടെ കാണുന്നത് കൊണ്ടൊക്കെയാണ് ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യണതേ. അല്ലാണ്ട് ഇപ്പൊ നമുക്കിപ്പോ ഇത് ചെയ്തോട്ട് പ്രത്യേകിച്ച് എന്താ മെച്ചം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നന്മ ചെയ്യണു, നമ്മൾ കടന്നു പോണു, അത്ര ഉദ്ദേശിക്കണുള്ളൂ. അപ്പൊ എന്നാ ശരി, എന്നാ വീണ്ടും കാണാം, എല്ലാം പറഞ്ഞ മാതിരി.